അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, മുസ്തഫ ഫാക്ടിനെ പറ്റി തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉഹില്ലത്തിലക്കും ബഹീമത്തുൽ അന്നാം. ഈ ബഹീമത്തിനുള്ളത് ഖുർആനിൽ 3 സ്ഥലത്താണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ 3 സ്ഥലത്തും ബഹീമത്ത് എന്ന് ഉപയോഗിച്ചിട്ടുള്ളത് അതിനെ അറുത്ത് മാംസം തിന്നുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇവിടെ എൻ്റെ ചോദ്യം, ഈ ബഹീമത്തിനെ മാംസം തിന്നാൻ വേണ്ടി അറുക്കാം, അതിൻ്റെ മാംസം നിങ്ങൾക്ക് തിന്നാമെന്ന് പറയുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവിടെ പോയി? അതോ ബലി നൽകുന്നിടത്ത് മാത്രമാണോ റഹ്മത്തുള്ളത്? ഇനി മറ്റൊരു സംഗതി, അറബി ഭാഷയിൽ നഹറ അല്ലെങ്കിൽ ദബഹ ഈ പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഒരു ഭാഷയിൽ ഒരു പദം അതിൻ്റെ സാധാരണ ജനങ്ങളോട് ഒരു സംഗതി പറയുമ്പോൾ അത് ഏത് അർത്ഥത്തിലായിരിക്കും എന്ന് പറയുന്ന ആൾ ഉപയോഗിക്കുക? ഖുർആനല്ല, ഹദീസുമല്ല, സാധാരണഗതിയിലുള്ള നമ്മുടെ സംസാരത്തിൽ ഭാഷയിലെ ഒരു പ്രയോഗം നമ്മൾ ആളുകളോട് പറയുമ്പോൾ ഏതർത്ഥത്തിലാണത് ഉപയോഗിക്കുക? ആ സാധാരണക്കാരന് മനസ്സിലാവുന്ന സാധാരണ ഭാഷയിലാണോ, അതോ നമ്മൾ നൽകേണ്ടുന്ന തെറ്റായിട്ടുള്ളതോ ശരിയായിട്ടുള്ളതോ ആ വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ? ഇതിന് മുസ്തഫക്ക് മറുപടി തരാൻ കഴിയണം. അദ്ദേഹം പിന്നെ പറയുന്ന വാദഗതികളനുസരിച്ച് അദ്ദേഹത്തിന് കഴിയേണ്ടതുണ്ട്. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. ഇവിടെ വൻഹർ എന്നതിന് എന്താണ് പിന്നെ അർത്ഥം? അദ്ദേഹം പറയുന്നത് വൻഹർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ അള്ളാഹുവിന് സമർപ്പിക്കണമെന്നാണ്. അങ്ങനെ ഭാഷയിൽ അർത്ഥമുണ്ടോ നഹറ എന്നുള്ളതിന്? ഫസല്ലി ലിറബ്ബിക, നീ നമസ്കരിക്കുന്നത് നിൻ്റെ റബ്ബിന് വേണ്ടി ആവണം. വൻഹർ, നീ പിന്നെ നിൻ്റെ ജീവിതം സമർപ്പിക്കുന്നതും നിൻ്റെ റബ്ബിന് വേണ്ടി ആവണമെന്ന് ഏത് ഭാഷാർത്ഥം അനുസരിച്ചാണ്, ഏത് നിഘണ്ടു അനുസരിച്ചാണ്, ഏത് തഫ്സീറിന് അദ്ദേഹത്തിന് സ്വീകാര്യമല്ല, അത് മുആവിയൻ്റെ ആളുകൾ എഴുതിണ്ടാക്കിയതാണ്. ഹദീസും അദ്ദേഹത്തിന് സ്വീകാര്യമല്ല, ഭാഷയെങ്കിലും അദ്ദേഹത്തിന് സ്വീകാര്യമായിരിക്കണമല്ലോ. ഏത് ഭാഷാപ്രയോഗം അനുസരിച്ചാണ് അദ്ദേഹം അത് പറയുന്നത്? നഹറ എന്ന് അറബിയിൽ പറഞ്ഞാൽ അർത്തു ബലി നൽകിയെന്നാണ്. അപ്പോൾ ഫസല്ലി ലിറബ്ബിക വൻഹർ, നിൻ്റെ നാഥന് വേണ്ടി നീ നമസ്കരിക്കണം, നിൻ്റെ നാഥന് വേണ്ടിയാണ് നീ ബലി നൽകേണ്ടത്. ഇതെന്തുകൊണ്ട് പറഞ്ഞു? അവിടെ ആരാധനകൾ നടത്തിയിരുന്നത് മക്കയിൽ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതത്തിലാണ് ഈ സൂറത്ത് അവതരിക്കുന്നത്. അവിടെ ആളുകൾ ആരാധന നടത്തിയിരുന്നതും ബലി നൽകിയിരുന്നതും വിഗ്രഹങ്ങൾക്കായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ജനങ്ങളുടെ വിശ്വാസത്തെയും അവരുടെ ആചാര സമ്പ്രദായങ്ങളെയും ആരാധനാരീതികളെയും മാറ്റാനാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. നമസ്കരിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്നത് അള്ളാഹിനോടാവണം, അള്ളാഹിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാവണം, അള്ളാഹുവിനോടാവണം. അതുപോലെ ബലി നൽകുന്നത് വിഗ്രഹങ്ങൾക്ക് വേണ്ടി ആവാൻ പാടില്ല, അള്ളാഹ്ക്ക് വേണ്ടി ആവണം. സൂറത്ത് മാഇദയിൽ പറയുന്നുണ്ട്, മാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ വലാ സായിബത്തിൻ വലാ വസീലത്തിൻ വലാ ഹാം. അള്ളാഹു ഒരിക്കലും ബഹീറത്ത്, സായിബത്ത്, വസീലത്ത്, ഹാം ഇങ്ങനെയുള്ള ഒരു ബലി സമ്പ്രദായവും അള്ളാഹ് ഏർപ്പെടുത്തിയിട്ടില്ല. വലാകിന്നല്ലദീന കഫറു യഫ്തറൂന അലല്ലാഹിൽ കദീബ്. പക്ഷേ നിഷേധികൾ അള്ളാഹിൻ്റെ പേരിൽ കള്ളം ചമക്കുകയാണ്. അപ്പം നിഷേധികൾ ഇത്തരം സംഗതികൾ നടത്തുമ്പോൾ അത്തരത്തിലുള്ള സംഗതികളെ ഖണ്ഡിച്ചുകൊണ്ട് അത് അരുത്, ഇതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയാണ് നിർവഹിക്കേണ്ടതെന്നാണ് അള്ളാഹ് പറയുന്നത്. അപ്പോൾ ബലി നൽകുന്നത് അള്ളാഹുവിന് വേണ്ടി ആവണം. മറിച്ച് അദ്ദേഹം പറയുന്ന രീതിയിൽ ജീവിതം അള്ളാഹ്ക്ക് സമർപ്പിക്കണം എന്നാണെങ്കിൽ അതിന് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ള പദം എന്ന് പറയുന്നത് 1 ഇബാദത്താണ്, 2 ഇസ്ലാമാണ്, തഖ്വയാണ്, പിന്നെ ഇഖ്ബാത്താണ്. ഇങ്ങനെയുള്ള പദങ്ങളാണ്. അല്ലാതെ നഹറ എന്നുള്ളത് ഒരിക്കലും ഖുർആൻ ഇതിന് ഉപയോഗിച്ചിട്ടില്ല. രണ്ടാമത്തത് അദ്ദേഹം പറയുന്നത് ദബഹ എന്നുള്ളതാണ്. ദബഹ എന്നുള്ള പദത്തിന് ജീവിതം സമർപ്പിക്കാമെന്ന് എവിടെയാണ് അർത്ഥമുള്ളത് ഭാഷാപരമായിട്ട്? ഇത് ജനങ്ങളോട്, സാധാരണക്കാരോടാണല്ലോ ഖുർആൻ സംസാരിക്കുന്നത്, മുസ്തഫയെ പോലുള്ള വലിയ ബുദ്ധിജീവികളോടൊന്നുമല്ല. അപ്പോൾ സാധാരണക്കാരോട് ഖുർആൻ എന്ന് പറയുമ്പോൾ ഏതർത്ഥത്തിലാണ് ഒരു സാധാരണക്കാരൻ എന്ന് മനസ്സിലാക്കേണ്ടത്? അള്ളാഹു കാരുണ്യവാൻ മാത്രമല്ല, അള്ളാഹു യുക്തിജ്ഞനും കൂടിയാണ്. അള്ളാഹ് ജനങ്ങളോട് ഒരു സംഗതി പറയുമ്പോൾ, മനുഷ്യരോട് ഒരു സംഗതി പറയുമ്പോൾ സാധാരണക്കാരന് കൂടി മനസ്സിലാവുന്ന ഭാഷയിലേ പറയുള്ളൂ, ആ ഭാഷാപ്രയോഗം അള്ളാഹ് നടത്തുള്ളൂ. ഇത് മുസ്തഫക്ക് മനസ്സിലാവാത്തൊരു സംഗതിയല്ല. പക്ഷേ അദ്ദേഹത്തിന് ഇവിടെ ഖുർആനെ തിരിമറി നടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ശ്രീനാരായണീയ കാഴ്ചപ്പാടുകൾ നടപ്പിൽ വരുത്തണം.
അതിന് കുറച്ച് ആളുകൾ അദ്ദേഹത്തിന് കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ഇത് നടത്തുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഈ ഭാഷകൾക്ക് ഇങ്ങനെ ഭാഷാർത്ഥമല്ലാത്ത മറ്റൊരർത്ഥത്തിലാണ് ഇത് ഉപയോഗിച്ചത് എന്നതിന് എന്താണ് അദ്ദേഹത്തിൻ്റെ തെളിവ് എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് ശ്രോതാക്കളോട് ആവശ്യപ്പെടുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.